നമ്മള് വിചാരിക്കുന്ന കടിയൊന്നല്ല, ചെറിയ ബ്രീഡുകൾ കടിക്കുന്ന പോലെ ഒന്നല്ല. അപ്പൊ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ എറണാകുളത്താണ്. നമ്മളുള്ള സ്ഥലം പെരുമ്പാവൂര് പൂക്കാട്ടുപടി. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ആളൊരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് നമ്മുടെ ചെറിയ എക്സ്പ്ലോർ മീഡിയ. ഓക്കെ, പേര് ഞാൻ വിട്ടുപോയിരുന്നു. ജോസ്. ചേട്ടന്റെ പേര് ജോസ്, നമ്മുടെ പേര് സിറിൽ. സിറിലിനെ ഞാൻ അന്ന് ചങ്കെന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ സേവ് ചെയ്ത് വെച്ചാട്ടോ. പിന്നെ നമ്മൾ ഈ ഫോൺ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചോദിക്കല് ഭയങ്കര വിഷയമാണ്. അപ്പൊ സിറിലിന്റെ അച്ഛനാണിത്. അപ്പൊ കാര്യം എന്താ വെച്ചാല് സിറിലിന്റെ അടുത്തൊരു കാനിക്യൂർസ് ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കാനിക്യൂർസ് വീഡിയോ ഞാൻ നമ്മുടെ കരുനാഗപ്പള്ളി കാനിക്യൂർസ് വീഡിയോ പറഞ്ഞായിരുന്നു നമ്മൾ പെരുമ്പാവൂർ വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് അന്ന് ചെയ്യാൻ പറ്റില്ല, ഞാൻ വയനാട്ടിലേക്ക് പോയി. തിരിച്ചിപ്പോ രണ്ടാമത് വീണ്ടും വന്നാണ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പൊ സിറിലിന്റെ അടുത്തൊരു കാനിക്യൂർസ് ഉണ്ട്, മെയിലല്ലേ അവന്റെ. ഇനിയിപ്പം വേറെ ഉപമയൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ടെസ്റ്റർ നമ്മുടെ സിറിലിന്റെ അച്ഛൻ്റെ ജോസേട്ടനാണ് കേട്ടോ. ടെസ്റ്റർ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾ സാധാരണ ഡോഗിന്റെ ഒരു ക്യാരക്ടർ കാണിച്ചു തരുന്നുണ്ടല്ലോ, ആ ക്യാരക്ടർ ഇന്ന് കാണിക്കുന്നത് വേറെ ആരും വേണ്ട, അച്ഛനെ സ്വന്തം ഡോഗ് വീട്ടിലുള്ള ആള് തന്നെയാണ്. അപ്പൊ പപ്പ തന്നെ കാണിച്ചു തരുമ്പോ സംഭവം അറിയും. അപ്പൊ നമുക്ക് സിറിലിനോട് ചോദിക്കാം, സിറിലെ ഡോഗിന്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിൽ ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പൊ നിലവിൽ 1 വയസ്സ് പ്രായമുണ്ട്. ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഞാനൊരു 3 മാസത്തിൽ കൊണ്ടുവന്ന ഡോഗാ. എന്റെ അടുത്ത് മാത്രമാണ് ഒരു ഇത്രയെങ്കിലും സ്നേഹം കാട്ടിയിട്ടുള്ളൂ. നിലവിൽ പപ്പ അമ്മയായിട്ടാണെങ്കിലും ഒരു വിധത്തിലൊരു സ്നേഹം ഒന്നുമില്ല. ആരെയാണെങ്കിലും കയറി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പട്ടീനെ നമ്മളവിടെ ഈ തൂണിന്റെ ഇടയിൽ കെട്ടിട്ടേക്കായിരുന്നു. ഇവിടെ പപ്പ ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായി. ഞാൻ ജസ്റ്റ് കുറച്ച് വർക്ക് ചെയ്തോണ്ടിരിക്കണായിരുന്നു, കൂട്ടിൽ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കണായിരുന്നു. അത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അത് കെട്ടിയേക്കണ ചങ്ങലയിൽ നേരെ പൊട്ടിച്ച് പപ്പയുടെ കാലിൽ കയറി ചെറുതായിട്ടൊന്ന് കമ്മി, ചെറുതായിട്ട് ബ്ലഡ് വന്നായിരുന്നു. അപ്പൊ തന്നെ നമ്മളപ്പ തന്നെ അടുത്തേക്ക് ചെന്ന് പേര് വീർന്നാണ് വിളിച്ചപ്പോ തന്നെ ആള് പിടിവിട്ടു. പിന്നെ അതേപോലെ വേറെ ഇൻസിഡന്റ് ഇതിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ചെറുതായിട്ട് അമ്മേനെ കയറി ഒന്ന് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെയിലി ഇവര് തീറ്റ ഉണക്കവും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ അടുത്ത് മാത്രം ഒരു ഇണക്കവും കണ്ടിട്ടില്ല. എന്റെ അടുത്ത് വലിയ കുഴപ്പമില്ല, ആള് വലിയ പ്രശ്നമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ന് സിറിൽ പറഞ്ഞ എന്നോട്, അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്, സിറിൽ വീഡിയോ നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമ്മളോട് ഇണങ്ങുന്നുണ്ടോ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ചെറിയൊരു കാനിക്യൂർ ചലഞ്ച് ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ നമ്മളിന്ന് ടെസ്റ്ററായിട്ട് ജോസേട്ടനെ വിട്ടിട്ട് കാണിച്ചു തരും. അപ്പൊ ഇന്ന് ക്യാമറമാൻ സിറിൽ തന്നെയാണ്. നമ്മുടെ ചില കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടായിരുന്നു. ഈ കമന്റിന് റിപ്ലൈ ആയിരുന്നു അങ്ങനെയൊന്നും അല്ല, പൊതുവായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അവരിട്ട കമന്റ് എന്ന് പറഞ്ഞാൽ ഓണർമാരെ മാറ്റി നിർത്തി കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് നമുക്ക് ഡോഗ് കൂടെ പോരുന്ന് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഓണർ നീ തന്നെയാണ്, നീ ആണല്ലോ വീഡിയോ എടുത്തിരുന്നത്. സിറിലാണ് വീഡിയോ എടുത്തിരുന്നത്, കണ്ടല്ലോ. ഞാനാണ് ക്യാമറ ഓടിച്ചേക്കുന്നത്. അപ്പൊ അറിയാലോ ഇന്ന് വേറെ ആളില്ല. അപ്പോൾ സിറിൽ അടുത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ അവനൊന്ന് ഇണക്കി ഇറക്കാൻ പറ്റും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ജോസേട്ടനെ വിട്ടിട്ട് അവന്റെ ഒരു അഗ്രഷൻ കാണിക്കും. അത് സിറിലാണ് പോയെടുത്ത്. ഫസ്റ്റ് ടൈം ഡോഗിനെ കാണുന്ന മുതൽ കണ്ടുകൊണ്ട് സിറിൽ നിന്ന് പോയിട്ട് ജോസേട്ടൻ എടുത്ത് കാണിച്ചു. അപ്പൊ ആള് ആ നിൽക്കുന്ന കൂട്ടിലാണ് ഉള്ളത്. അതില് ഒരു മെയിലും ഉണ്ട്, ഒരു ഫീമെയിലും ഉണ്ട് അല്ലേ? അവര് ഒറ്റ പ്രസവത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമുക്ക് ജോസേട്ടാ ഒന്നൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു നോക്ക്. ജോസേട്ടൻ അഗ്രഷൻ എന്താണ് ജോസേട്ടനും ഭയങ്കര. അപ്പൊ മൈക്കൊന്ന് കൊടുത്തേ ജോസേട്ടന്. അപ്പൊ നമ്മള് ഇവിടെ തന്നെ നിക്കുവായിരുന്നു കേട്ടാ. നമ്മള് വണ്ടി ഇവിടെ വന്നിട്ട് തന്നെ കേറിയിട്ട് ഞാൻ സിറില നമുക്ക് വീട്ടിലേക്ക് ഇപ്പൊ കയറണ്ട, ഇവിടെ തന്നെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ അച്ഛനൊന്നും ആരും പരിചയപ്പെട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ വന്ന് സാധാരണ എങ്ങനെയാണ് നേരെ വന്ന് ഡോഗിനെ വീഡിയോ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ടൊക്കെ പരിചയപ്പെടല്. ജോസേട്ടനെ പോലും പരിചയപ്പെടൽ നമ്മളില്ല. ചില കഴിഞ്ഞ ദിവസവും ഒരു കമന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ പേരൊക്കെ ആദ്യമേ ചോദിച്ച് ഫിക്സ് ചെയ്തിട്ടൊക്കെ വേണ്ടേ നമ്മുടെ വീഡിയോ എടുക്കാനെന്ന്. അപ്പോൾ എൻ്റെ പൊതുവേ ഉള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമുക്കൊരു ചലഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംസാരവും കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്ത് ആ വീട്ടിൽ വന്ന് വീഡിയോ എടുത്തതിന് കഴിഞ്ഞ ശേഷമാണ്, ലൈറ്റ് ഉണ്ടോ ശേഷമാണ് നമ്മൾ സാധാരണ ചെയ്യില്ല. അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. നമുക്ക് പിന്നെ പേരിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ വന്നൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവരോട് നമ്മൾ കൂടുതൽ ഇടപെടുന്നത്. കാരണം ഡോഗ് ശരിക്കും ഇപ്പം നമ്മൾ ഈ കയറി വരുന്നിടത്തന്നെയാണ് ഡോഗ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന് കുറച്ചു നേരം ഈ വീട്ടിൽ കയറുമോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഡോഗിന് അഗ്രഷൻ ഡോഗാണെങ്കിലും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം, നമ്മൾ വരുമ്പോൾ ചെറിയൊരു നമ്മളോടൊരു അഗ്രഷൻ ഓൾറെഡി ഡോഗിന് ഇച്ചിരി കുറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ചലഞ്ച് ചെയ്യുന്ന അങ്ങനെയാണല്ലോ.
അപ്പോൾ അങ്ങനെ അത് പോകണ്ട, നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ആദ്യം മുതൽ കിട്ടിക്കോട്ടെ വിചാരിച്ചാൽ നമ്മൾ ആദ്യം തന്നെ വീട്ടുകാരോടൊന്നും പരിചയപ്പെടാതെ വേഗം പോയിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സ്ഥിതി. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടില്ലായിരുന്നു. ഇനി നമുക്ക് ത്രൂ ഔട്ട് ഇങ്ങനെ ആശാനെ പോയി കാണാം എങ്ങനെയാവുമെന്ന്. ഇപ്പോൾ കണ്ടില്ല, ജോസേട്ടൻ്റെ അടുത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സിറിലാണ് വീഡിയോ എടുക്കുന്നത്. അവിടെ അവൻ്റെ പേരെന്തായിരുന്നു? ബീർ 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 ആ ബീർ. ഈ ഭയങ്കര ദേശീക്കാരനാണ് കേട്ടോ ഇവരെ. ആ നീ ഇവിടെ പോവല്ലേ? അവിടെ പോവത്താനാ? അച്ഛനേക്കാളും ദേഷ്യം എന്നോട്. അച്ഛനേക്കാളും ഇതില് നമ്മുടെ ഇച്ചിരി മാറി സംസാരിക്കാം, സൗണ്ട് കാരണം കേൾക്കില്ല. നമ്മുടെ പ്രേക്ഷകർ ചെയ്യണ്ടാവും. ഈ അഗ്രഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഹ്യൂജ് ബ്രീഡൊക്കെ ചുമ്മാ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് അഗ്രഷൻ അല്ല കാണിക്കുക. അവരുടെ പവർ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്. പിന്നെ കൊര എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ഒരു പതുക്കെയുള്ള കൊരകളൊക്കെ. നമ്മുടെ ജർമ്മനൊക്കെ കുറയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ നേറ്റീവ് ബ്രീഡ് നാടൻ ബ്രീഡുകളെ കുറയ്ക്കുന്ന കുറച്ച് പേടിപ്പിക്കുകയല്ല ചെയ്യുക. അവരാ ഒരു ഫോക്കസ് രീതിയിലുള്ള കുറേയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ബീറ് എന്നോട് സിറില് പറഞ്ഞാണ് അറിയോ, ചേട്ടാ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല പറഞ്ഞു. എനിക്ക് കണ്ടുപിടിച്ച വിഷയം ഉള്ള ആളാണ് എനിക്ക് തോന്നുന്നത്. അല്ല നീ അച്ഛനെ കടിച്ചു കേട്ടല്ലോ, ശരിയാണോ? ശരിയാണോ? ബീർ എന്താണ്? ഒരു വയസ്സാണ്. ഒരു വയസ്സ്. നീ എന്തിനാണ് നോക്കുന്നത്? നീ പാവാന്നുള്ള കേട്ടോ. നീ എന്തിനാണ് നോക്കുന്നത്? ഇതുണ്ടോ? ഇപ്പൊ അതിനിടയ്ക്കൂടെ വന്നൊരു പിടിച്ചില്ല, അവൻ തട്ടിയിട്ടോ. അതിനുള്ളിൽ കൂടെ തലയിങ്ങി വന്നു. എടാ എന്താ അതിനിടയ്ക്ക് നീ അവന്റെ ടെന്നസിലിട്ട് മുഖം സൂം ചെയ്തേ. ടെന്നസിലിട്ട് എന്താണ് 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 ഇതിലെ ഒന്ന് ഇറങ്ങി നടക്കും. നിന്നെ കാണുന്നില്ല, ഇങ്ങോട്ട് വന്നേ. അവർക്ക് കാണണം, അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. ഇതിലൊന്ന് ഇറങ്ങി നോക്കണം. സമ്മതിക്ക? കൊണ്ടു സമ്മതിക്ക? ചെറില്ലേ കഴിഞ്ഞ ദിവസം അല്ല, രാവിലെ എന്നെ വിളിച്ചത്. ഞാനിപ്പോ രാവിലെ ഇന്നലെ രാത്രി പോകുന്നു വയനാട്ടിൽ. അപ്പൊ വെളുപ്പിനെ ഇവിടെ എത്തി. സിറില് മറ്റേ ചെയിനൊക്കെ പുതിയത് വാങ്ങാൻ പോയിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചെയിൻ പൊട്ടി കളി കിട്ടി. അപ്പൊ ചേട്ടാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് പുതിയ ചെയിനൊക്കെ സിറില് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പുതിയ ലക്ഷ്യം വാങ്ങിയിട്ടുണ്ടല്ലേ? ഇതെല്ലാം പൊട്ടിച്ച് തീരുമാനാക്കിയതല്ലേ? ഇതൊക്കെ പൊട്ടിച്ച് തീരുമാനാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആണോ? ഇവര് ഭയങ്കര ലീഷ് പുള്ളിങ് എങ്ങനെയുണ്ട്? ഭയങ്കരമാണോ? അത് ശരി. എന്താണാ എന്താണ് ഒരു ഷെയ്ക്കാൻ തരുമോ? കയ്യിലും തൊട്ടെ, കയ്യിലും തൊടട്ടെ. ഈ അന്നേ എന്താണ് എന്താണ് നടക്കട്ടെ? ഒരു ഷെയ്ക്കാൻ നടത്തുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെ ആണെങ്കിൽ വരിക. ഇവരെങ്ങനെ പഠിക്കുന്ന ലീഷ് എങ്ങനെ ബോഡി ബെൽറ്റ് ആണോ? എന്താണ് ഷെയ്ക്കാനൊന്ന് അങ്ങനെ ഷെയ്ക്കാനാണ്. ഇവിടെ കേറുക കേറുക അങ്ങോട്ട്. നമുക്കൊന്ന് പുറത്തിറങ്ങി നടന്നാലോ? ഒന്ന് പുറത്തിറങ്ങി നടന്നാലോ? എന്ത് പറയുന്നു? പുറത്തിറങ്ങി കടിക്കുക? നീ പുറത്തിറങ്ങി കടിക്കുക? പുറത്തിറങ്ങി കടിക്കുക? പറ
എന്നിട്ട് വേണം പുറത്തിറക്കാൻ. നമ്മൾ ഈ കടിയില്ലേ, കടി നമ്മള് നമ്മൾ കടി കുറയ്ക്കുവാണ്. ഇപ്പൊ നമുക്ക് 2 വർഷം കൊണ്ട് 3 കടി കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ കടിയില്ല നമ്മുടെ ഇല്ലല്ലോ, സിറിലിനറിയാം, സിറിലിന് ചോദിച്ചാൽ മതി. അപ്പൊ കടിക്കില്ലോ നീ? അപ്പൊ പുറത്തിറക്കാം ഞാൻ കടിക്കാതാണെങ്കിൽ. കടിക്കാതാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കണം. എന്താ എന്തെങ്കിലും തീരുമാനം ഉണ്ടാ? അങ്ങോട്ടോ ഇവിടെ പേരുണ്ട് വീർ വീർ വീർ. എന്നാ ചേട്ടൻ പോകോ? പപ്പ പോക്കട്ടെ. ഇനി പപ്പ അല്ല ഗേറ്റ് അടിക്കണ്ട. ഏതാ? വള്ളി എടുക്കാം. പപ്പേനെ അവളെ മാറ്റി. പപ്പയ്ക്ക് ചെറിയ പേടി. ഞാൻ ഇത് തുറന്ന് ഇതിപ്പോ നമ്മൾ ഇതൊക്കെ വെച്ച് ഇതൊക്കെ വെച്ച് പക്ഷെ കടീന്റെ അങ്ങ് അറ്റത്താട്ടാ നിക്കുന്നത്. സിറിലിനെ ഇച്ചിരി മാറ്റി നിർത്തട്ടെ. സിറിൽ ഇനി ഒരു ഇതില്ലടാ, അവിടെ വന്നിട്ട് ഒരു 10x-ലോ ഒരു 3x-ലോ ഇട്ട് എടുത്താലും മതി കേട്ടോ. കുറച്ചും കൂടെ ഇതിനു മുമ്പ് മറ്റൊരാൾ ലീഷ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാട്ടോ. അതിനാണ് ഒരു സെക്കൻഡ് ബ്രേക്ക് ചെയ്തിട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ക്യാമറമാനൊക്കെ ഇന്ന് സിറിൽ തന്നെയാണ്. അതുകൊണ്ട് സിറിൽ ലീഷ് എടുത്ത് തരാൻ വേണ്ടി പോയി. പപ്പേനെ വണ്ടി കെട്ടിട്ടുണ്ട് അവിടെ. ആണോ? പപ്പ ഇരുന്നാലും കയറും. പപ്പ ഇതിനുള്ളിരുന്നു, വണ്ടിക്കാതിരുന്നു, ഒരു കുഴപ്പമില്ല. പപ്പ പുറത്തേക്ക് കുഴപ്പമൊന്നുമില്ല. പുതിയ ലീഷ് ഇട്ട് നമുക്ക് ഇതിലെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകണം. അങ്ങനെയല്ല, പുതിയ ലീഷ് തന്നിട്ടുണ്ട് എനിക്ക് സിറില്. നീ എല്ലാ ലീഷും പഠിച്ചു കൊടുക്കാറ്. നിന്നെ ഇറക്കുന്നില്ല, നീ അവിടെ നിന്നാ. നേരത്തെ ഇത് കണ്ടോ, ഇവിടെ ഞാൻ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, അവൻ ഇത്രയും തല പുറത്തേക്ക് ഇട്ട്. അപ്പൊ ഞാനിവിടെ മിണ്ടാൻ വന്നപ്പോഴാണ് നേരെ ഇവിടെ ഒറ്റ ചാർജ് കയറി. എന്തായാലും മുറിഞ്ഞിട്ടില്ല, ഒരു പിടുത്തങ്ങ് പിടിച്ചിട്ടാ ചെറുതായിട്ട്. അല്ലടാ ഞാൻ ഇതിട്ട് പുറത്തിറക്കിയ എന്താ സ്ഥിതി? നീ പുറത്തിറക്കിയാ കടിക്കാ? പിന്നെ ഇവരുടെ കടി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, നമ്മള് വിചാരിക്കുന്ന കടിയൊന്നുമല്ല, ചെറിയ ബ്രീഡുകൾ കടിക്കുന്ന പോലൊന്നല്ല. സിറില് ക്യാമറ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സിറിലോട് പറഞ്ഞ ഇപ്പൊ എന്നെ കടിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുകയാണെങ്കിൽ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചെയ്ത് കളയുന്ന ഒരു പരിപാടി നമുക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു അത് മൊത്തം നമ്മുടെ എത്തിക്കണം എന്നുണ്ട്. അപ്പൊ ഇതിലെന്ത് സംഭവം വെച്ചാല്, നമുക്കിട്ട് കടി തുടങ്ങിയാല് അച്ഛൻ വന്ന് ഫോണൊന്ന് വാങ്ങി പിടിക്കണം. അതുപോലെ പിടിച്ചാൽ മതി. അച്ഛൻ പറഞ്ഞ ഞാൻ വരില്ലാന്ന്. അപ്പൊ സിറിലേ, നീ അതുപോലെ ഫോണും പിടിച്ചതിനടുത്തേക്ക് വന്നാൽ മതി കേട്ടോ. വന്നേ, ഇനി നമുക്ക് കഥ പറഞ്ഞ ഒരുപാട് നേരം വൈകിട്ടൊന്നും കാര്യമില്ല, കുറെ നേരം കാര്യമില്ല. അപ്പൊ നമ്മുടെ വീരനബി എപ്പോഴോ ഇവിടെ ഇതിരട്ടെ, മാറ ഇതിരട്ടാ, മാറ. വിട്ടേക്കാം, കൂടെ പോരെ. റോഡ് പോയി കുഴപ്പമില്ലല്ലോ, തന്നെ അപ്ലൈ ഇങ്ങോട്ട് വാ, റോട്ടിൽ പോകാം. ബാ ലൈറ്റ് ഓക്കെയാ? അപ്പൊ അങ്ങനെ മൂത്രമൊഴിക്കണം. പിന്നെ ഇതിലൊക്കെ വേറെ കാര്യമുണ്ട് കേട്ടോ. ഈ ചില ഡോഗ്സ് അവരുടെ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവർ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ചന്ന മിന്നിട്ട് ചാമ്പ് കിട്ടോ, അങ്ങനത്തെ സംഭവമുണ്ട്. പിന്നെ ഇതില് നമുക്ക് ഈ സൈഡ് നിൽക്കാം. സിറിൽ ഇവിടെ നിന്നു, ഈ സൈഡ്. ഞാൻ ഇവിടെ നിന്നൊരു കാര്യം പറയട്ടെ. ലൈറ്റ് ഉണ്ടോ സിറിൽ ഇവിടെ? കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഇതിൽ ഇവന്റെ ഒരു ബാക്കിലുണ്ടോ ചെറിയൊരു നടത്തത്തിൽ ചെറിയൊരു ഇതുണ്ട്, അതിനോട് പറഞ്ഞായിരുന്നു ഇവൻ. അപ്പം അത് ഇവൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വയറിച്ചിരി ഒട്ടിയിരിക്കുന്ന കേസ് പറഞ്ഞില്ലേ, അപ്പോൾ ചെറിയൊരു അവനൊരു ഹെൽത്ത് ഇഷ്യൂ വന്നായിരുന്നു. അതിൻ്റെയാണ് ഇപ്പോൾ ഡോഗിന് ഇങ്ങനെ ഉള്ളത്. അത് സിറിൽ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് സിറിലൊരു എനിക്ക് 1 മാസം മുന്നേ നമുക്ക് തന്ന ചലഞ്ചല്ല സിറിൽ, ഇത് 1 മാസം മുന്നേ പറഞ്ഞു. അപ്പോൾ അവനൊന്ന് ശരിക്കും ഒന്ന് ഓക്കെ ആയിക്കോട്ടെ ചേട്ടാ, അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാമെന്നിങ്ങനെ അന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും കുറച്ച് ഡിലേ ആക്കിയത് കേട്ടോ. അപ്പോൾ ആളിച്ചിരി കുഴപ്പമില്ല, ഉഷാറായിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ക്വാളിറ്റി ബേസ് നമ്മൾ സംസാരിക്കാറില്ല, ഒരു ഡോഗിൻ്റെയും പറയാറില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞ ചരിത്രങ്ങളില്ല.
പിന്നെ നമ്മൾ നിങ്ങളുടെ എന്തായാലും കമൻറ്റ് ചെയ്യൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ബേക്ക് ഫിസിഷ്യനിൽ നിന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അവൻ നടത്തത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളത് എടുത്തു പറഞ്ഞത്. അല്ലെങ്കിൽ അതിന് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറയാറുമില്ല. അപ്പോൾ എല്ലാ പിള്ളേരും നമുക്ക് ഒരേപോലെയാണ് കേട്ടോ. വാ ആ വല്ലോന് വീടാ അറിവിടാ നമ്മുടെ പരിചയക്കാർ വീടാണ്. ആ അതൊക്കെ ഒരാൾ ഇതാ അവിടെ എടാ വീറതാ മേലെ നോക്കടാ അത് കണ്ട അതിന്റെ മേലെ കണ്ട അത് എടാ അത് കണ്ട മേലൊരാള് ആള് മേലെ നിന്ന് ഭയങ്കര സീപിടുത്തം. പോവാ ഇനി ചിലപ്പോ അവന് ദേഷ്യം പിടിച്ചാൽ ചിലപ്പോ അതിനെ വേണ്ട ചാടിയും വരും. അപ്പൊ നമ്മുടെ വീറ് നമ്മുടെ ഒപ്പം എന്നാ സിറിലെ ആദ്യമായിട്ടാണോ വേറൊരാൾ കൂടെ ഇവൻ നടക്കുന്നേ? ഫസ്റ്റ് ടൈമാണ് ആണാ? ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡോഗിനെ വേറെ ആളുടെ ഒപ്പം കയ്യിൽ വിടുന്നത്. എനിക്ക് സത്യം പറഞ്ഞ പേടിയാ. കാരണം ഇപ്പൊ തന്നെ കൂട്ടി തന്നെ കിടന്നു കഴിഞ്ഞാൽ ഇതായി കൂട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതെന്താ ഇതിലെന്താ സംഭവം ഇടാ, ഈ എല്ലാ ബ്രീഡുകളും എല്ലാവരും പൊതുവെ ചില ആളുകൾ നമ്മോട് സംസാരിക്കാറുണ്ട്. ഇപ്പൊ സിറിൽ ഒരു യൂട്യൂബറാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു പെറ്റ് ഫീൽഡിൽ തന്നെ ഉള്ള ആളാണ്. അപ്പം നമുക്ക് ഏറ്റവും പറ്റുന്ന എല്ലാവരും ചില ആളുകൾ ഈ ഡോഗുമായിട്ട് ബന്ധപ്പെടുന്ന ചില ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, ഡോഗിനെ കൂട്ടിന്ന് ഇറങ്ങാൻ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും ഇതൊക്കെ എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ഈ ഇറങ്ങിക്കഴിഞ്ഞ് ഇവർ എന്ത് ചെയ്യൂന്നാണ്, എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഇല്ലേ. ഇപ്പൊ സിറില് ഡോഗിന്റെ ഓണറാണ്, ഡോഗിനെ കുറിച്ച് അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും ഇത് ഇറങ്ങിക്കഴിഞ്ഞ് എന്ത് ചെയ്യുവാണെന്ന് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് തന്നെയാണ് കേട്ടോ ഇതിന്റെ എല്ലാ ഒരു സംഭവം. കൂട്ടീന്ന് ഇപ്പൊ പുറത്തിറങ്ങിയാൽ അഗ്രഷനുള്ള ഡോഗുകൾ കൂട്ടീന്റെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഇതിലൊരു മാറ്ററാണ്. അപ്പൊ ചലഞ്ച് എന്ന് പറയുമ്പോൾ അതൊക്കെ ഇതിൽ പെട്ടാണ് കേട്ടോ. ഡോഗിനെ നമ്മൾ ഇപ്പം ഡോഗിന്റെ ഓണർ അടുത്തുണ്ട്, അവനെയാണ് ഇപ്പം വേണമെങ്കിൽ ഓണർ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അഗ്രഷൻ കൂടുക അല്ലേ സാധാരണഗതിയിൽ അഗ്രഷനുള്ള ഡോഗ്സ് ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സ്ഥിതി. ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഹൈവേയിലാണ്, വണ്ടി ഒരുപാട് പോകുന്നുണ്ട്. ഞാൻ നേരെ തിരിച്ച് ഉള്ളിലേക്ക് പോവാം. ഉള്ളിൽ പോയിട്ട് എന്നാ പപ്പേനെ ഒന്ന് എനിക്കൊന്ന് കാണണം. വാ ജോസേട്ടാ വന്നേ. ഞാൻ ജോസേട്ടാ ചുമ്മാ വന്നേ, അടുത്തേക്ക് വരണ്ട, വണ്ടി കയറിയോ? അല്ല പിടിച്ചോളും. അപ്പൊ പോരെ? ഞാൻ പിടിച്ചോളും. പോരെ സേഫ്റ്റി ആണെന്ന് വെച്ചാ ചെയിന് മറ്റപ്പാടല്ല, പൊട്ടുന്ന ലെവലല്ല പിടിച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പൊ ഇങ്ങോട്ട് പോരെ? വന്നേ ഇവിടെ നിന്നാ ഈ തൂണ്ടെടുന്നായി അവിടെ ഞാൻ അങ്ങോട്ട് വിടില്ല. അപ്പൊ ഞാൻ വിളിച്ചവനെ. പപ്പയ്ക്ക് ഒരു കടി കിട്ടിയ പിന്നെ ഒരു പേടിയാ അല്ലേ? വേണ്ട, നമ്മൾ ആവേശങ്ങളൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, പിന്നെ എടാ ഇവളോട് ദേഷ്യം ഉണ്ടോ? ഇവനായിട്ടും ഇല്ല, വലിയ വിഷയമില്ല. വലിയ വിഷയമില്ല. നീ എന്നെ പിടിച്ചോ, അങ്ങനെ ഞാൻ ഒന്ന് ഹാൻഡ് ചെയ്യട്ടെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ മൈക്ക് ഉണ്ടല്ലോ. അപ്പൊ നമ്മളങ്ങനെ എന്നാ നമ്മുടെ വീറിനെ, കാരണം നമുക്കിപ്പോ രണ്ടാമത്തെ ആണ് കേട്ടോ കാനിക്കോർസ് ചലഞ്ച് ആയിട്ട് നമുക്ക് കിട്ടുന്ന 2 ചലഞ്ചാണ്. ഫസ്റ്റത്തെ വീഡിയോ നമ്മളൊരു ഫീമെയിൽ ആയിരുന്നു ഇവനെ. കഴിഞ്ഞ വീഡിയോ നീ കണ്ടെന്ന് അറിയത്തില്ല, കഴിഞ്ഞ വീഡിയോ ഫീമെയിൽ ആയിരുന്നു. കയ്യൊക്കെ വിട്ട് കളിക്കുന്നു അവനാ, ചങ്ങലൊക്കെ വിട്ടിട്ടോ അച്ഛാ, ചങ്ങലൊക്കെ വിട്ടിട്ട് ആശാൻ കളിക്കുന്നത്. പിന്നെ ഞാൻ കൊണ്ടുപോരെ. അപ്പൊ അത്രയും പോരെ സൈക്കിൾ വെക്ക്. നമ്മുടെ പയ്യന്മാർ തന്നെയാണോ? കുഴപ്പമില്ല. വാ അങ്ങ് വാ. വാ അങ്ങോട്ട്. യൂട്യൂബറൊന്നും അല്ല. വാ. ഞാനോ യൂട്യൂബറൊന്നും അല്ല, ചുമ്മാ വേറെ വീഡിയോ എടുക്കാൻ വന്നാ. ഈ പട്ടിനെ കുറിച്ചൊരു വീഡിയോ എടുക്കാൻ വന്നാ, യൂട്യൂബറൊന്നും അല്ല കേട്ടോ. നീ എടുക്കാം. ഇത്രേ ഉള്ളൂ. ഒരു കാനിക്കുറിച്ച് ഒന്ന് ചലഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതെന്തായാലും സാധിച്ചിരുന്ന സിറിലിനും ജോസേട്ടനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്. എടാ അവള് ഭയങ്കര കമ്പനിയാണ്. ജോസേട്ടാ അവളെ ലീഷുണ്ട്, വേറെ ലീഷുണ്ട്. ഇടി പെണ്ണേ, നിന്നെ തൊടാൻ പോയപ്പോ അവൻ എന്നെ കയറി ചാമ്പാൻ പോന്നെ ആണാ? സുന്ദരിയാണല്ലോ, സുന്ദരിയാണല്ലോ. സുന്ദരിയാ കേട്ടോ. അവിടെ നിന്നോ. അപ്പൊ സിറിലെ ഒരു ബൈ കൊടുത്തേക്ക്. അപ്പൊ ഓക്കെ, ബൈ ബൈ.